ആർമിസേ. അപ്പോൾ BTSന്റെ റൺ BTS എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണലുണ്ടാവില്ലേ? എന്നാൽ ഞാൻ ഇനി തൊട്ട് അതിൻ്റെ ഒരു റിമൈൻഡർ ആയിട്ട് റൺ BTSന്റെ ഫസ്റ്റ് എപ്പിസോഡ് മുതലുള്ള എപ്പിസോഡുകളുടെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ ചെറുതായിട്ട് ചെയ്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ചിട്ട് ഇനി തൊട്ട് ഡെയിലി ഓരോ എപ്പിസോഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ അങ്ങനെ ഇട്ട് പോകാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഞാൻ വിചാരിച്ച പോലെ ഡെയിലി ഇത് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടത്. ചിലപ്പോൾ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ദിവസം മാറിയിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ ഇടും. അപ്പം നമ്മളെ റൺ BTS ഫസ്റ്റ് റിലീസായ പ്ലാറ്റ്ഫോം വി ലൈവ് ആയിരുന്നു. വി ലൈവിൽ 2015 റൺ BTS റിലീസ് ആവുന്നത്. പക്ഷേ ഇപ്പോൾ 2022 ഡിസംബറോടെ ഈ ഒരു വി ലൈവ് ഷട്ട് ഡൗൺ ചെയ്തതോടെ ഈ ഒരു റൺ BTSന്റെ ഫുൾ എപ്പിസോഡ്സും മറ്റും വിവേഴ്സിലേക്കും യൂട്യൂബിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇതിൽ റൺ BTSന്റെ ആദ്യത്തെ എപ്പിസോഡ്സ് ഒന്നും വല്ലാതെ ലെങ്ത് ഇല്ലാത്ത കാരണം ചിലപ്പോൾ ഞാൻ 1-2 എപ്പിസോഡ്സ് ഒരുമിച്ചിട്ടായിരിക്കും ഈ ഒരു എക്സ്പ്ലനേഷനിൽ പറയാൻ പോണത്. അപ്പം നമ്മളെ ഫസ്റ്റ് റൺ BTS എപ്പിസോഡ് August 1, 2015 റിലീസായിരുന്നത്. ഇനി ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണിച്ചു തരുന്നത് മെമ്പേഴ്സിന്റെ എല്ലാം ഇൻട്രൊഡക്ഷൻ ആണ്. അതേപോലെ മെമ്പേഴ്സ് അവരുടെ ഒരു ഇൻട്രൊഡക്ഷന്റെ കൂടെ ഈ ഒരു വി ലൈവ് എന്ന ആപ്പിനെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഈ ഒരു ഷോ വി ലൈവ് എന്ന ആപ്പിലായിരുന്നല്ലോ വന്നിരുന്നത്. അതേപോലെ തന്നെ അവരുടെ വരാൻ പോണ റൺ BTS എപ്പിസോഡ്സിനെ കുറിച്ചും അതിനെക്കുറിച്ച് ആർമീസ് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ BTS മെമ്പേഴ്സ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു BTSന്റെ ഫസ്റ്റ് റൺ BTS എപ്പിസോഡിൽ ഉണ്ടായ കാര്യങ്ങൾ. ഇനി പറയാൻ പോണത് റൺ BTSന്റെ രണ്ടാമത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ എപ്പിസോഡ് റിലീസ് ആയിരുന്നത് August 2, 2015 ഈ ഒരു എപ്പിസോഡിൽ BTS കുറച്ച് ഗെയിം കളിക്കായിരുന്നു ചെയ്തിരുന്നത്. ഇനി ഈ ഒരു ഗെയിം അവർ കളിച്ചിരുന്നത് ബെസ്റ്റ് മാനിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിംസിൽ ഫസ്റ്റ് റൗണ്ടിൽ അവർ കളിച്ച ഗെയിം ആയിരുന്നു പേഷ്യൻസ് ലെവൽ ടെസ്റ്റ്. ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കുകയെന്ന് വെച്ചാൽ ഗെയിം കളിക്കുന്ന മെമ്പർ അയാളെ വായിൽ വെള്ളം പിടിച്ചു നിർത്തണം. ഈ ഒരു സമയത്ത് മറ്റ് മെമ്പേഴ്സ് ഇയാളെ പലതരത്തിലായിട്ട് ഈ ഒരു വായയിൽ നിന്ന് വെള്ളം തുപ്പിക്കളയാനായിട്ട് പലതരത്തിൽ ഇക്കിളിയാക്കും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ വായയിൽ നിന്ന് ആ വെള്ളം തുപ്പിക്കളയാതെ എത്ര നേരം ഒരാൾ ഹോൾഡ് ചെയ്യണോ അതിൻ്റെ ആ ഒരു ലെവലനുസരിച്ചിട്ടായിരുന്നു ഇതിൽ വിജയിനെ തീരുമാനിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ വായിൽ വെള്ളം വെച്ച് നിൽക്കുന്ന ആൾ വിന്നർ. അപ്പോൾ ഇവർ ഈ ഒരു ഗെയിം കളിച്ചത് ഷുഗ, ജിൻ, JK, RM, ജിമിൻ, ജേഹോബ്, വി എന്ന ആ ഒരു ഓർഡറിലായിരുന്നു കേട്ടോ. അതിൽ ഷുഗ 14 സെക്കൻഡ്, ജിൻ 12 സെക്കൻഡ്, JKന്റെ സെക്കൻഡ് എത്രയെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. RM 1 സെക്കൻഡ്, ജിമിൻ 4 സെക്കൻഡ്, ജേഹോബ് 10 സെക്കൻഡ്, വീണ്ടും സെക്കൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ അത്രയും സെക്കൻഡ് ആയിരുന്നു കേട്ടോ ആ ഒരു വെള്ളം വായിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി വിയുടെയും JKന്റെയും സെക്കൻഡ് കാണിക്കാത്തത് ചിലപ്പോൾ വി അപ്പം തന്നെ വെള്ളം തുപ്പിക്കളഞ്ഞ ആളും JK ഈ വെള്ളം കൂടുതൽ നേരം ഹോൾഡ് ചെയ്ത് വെച്ച ആളും ആയതുകൊണ്ടായിരിക്കും. എന്തായാലും JK ആയിരുന്നു ഈ ഒരു റൗണ്ടിലെ വിന്നർ. പിന്നെ നെക്സ്റ്റ് റൗണ്ട് ആയിരുന്നു സെക്സി ലിപ്സ് എന്ന ഗെയിം. ഈ ഒരു ഗെയിം കളിക്കേണ്ടത് ചുണ്ടിൽ റെഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വായ പറ്റാവുന്നത്ര തുറന്നിട്ട് ഒരു സീ ത്രൂ ഗ്ലാസ് പോലത്തെ ഷീറ്റിൽ അവരെ ചുണ്ട് വെക്കണം. അപ്പോൾ അവരെ മേൽചുണ്ടും കീഴ്ചുണ്ടും തമ്മിലുള്ള അകലം എത്രത്തോളം കൂടുന്നതോ അത്രത്തോളം ആയിരിക്കും അവരുടെ ആ ഒരു വിന്നിങ്ങിനുള്ള ചാൻസ്. അതായത് ഇതിനുള്ള അകലം ഏറ്റവും കൂടിയ ആളായിരിക്കും അതിൻ്റെ വിന്നർ. അങ്ങനെ ഈ ഒരു ഗെയിമിൽ 9.5 സെൻറ്റിമീറ്റർ അകലത്തിൽ മേൽചുണ്ടും കീഴ്ചുണ്ടും വെച്ചിട്ട് വി ആയിരുന്നു കേട്ടോ വിന്നറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ജിമിൻ 9.2 സെൻറ്റിമീറ്റർ, JK 9.1 സെൻറ്റിമീറ്റർ, ജേഹോബ് 9 സെൻറ്റിമീറ്റർ, RM 8.6 സെൻറ്റിമീറ്റർ, ജിൻ 8.2 സെൻറ്റിമീറ്റർ, ഷുഗർ 8 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയായിരുന്നു കേട്ടോ മറ്റ് മെമ്പേഴ്സിൻ്റെ ആ ഒരു ചുണ്ടുകൾ തമ്മിലുള്ള അകലം. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ട് വന്നിരുന്നത് തലയണ മത്സരമായിരുന്നു കേട്ടോ. ഇത് നമ്മളിവിടെ ഉള്ള കസേര കളി പോലെ തന്നെയായിരുന്നേ. അതായത് ചുറ്റും കസേര വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ ഓടുന്ന പോലെ ചുറ്റും തലയണ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഡാൻസ് കളിച്ചിട്ട് ഓടുമ്പോൾ വിസിലടിക്കുന്ന ടൈമിങ്ങിന് ആ ഒരു തലയണയിൽ ഇരിക്കണം. ഇങ്ങനെ ഓരോരോ റൗണ്ടും കഴിയുമ്പോഴും ഓരോരോ തലയണ അവരെ എടുത്തു മാറ്റും. അങ്ങനെ ഈ ഒരു തലയണ ഗെയിമിൽ വിന്നറായിട്ട് വന്നിരുന്നത് JK ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു 3 റൗണ്ട് കഴിഞ്ഞതോടെ അവർ ആ ഒരു എപ്പിസോഡിൽ ഗെയിമുകൾ അവസാനിപ്പിച്ചിട്ട് ബെസ്റ്റ് മാനെ തിരഞ്ഞെടുത്തു. JKനെ ആയിരുന്നു കേട്ടോ അവർ ബെസ്റ്റ് മാനായിട്ട് ഈ ഒരു എപ്പിസോഡിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൺ BTS എപ്പിസോഡ്സിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് റൺ BTS എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ. ബൈ ബൈ.